നമസ്കാരം. 2019-20 അധ്യയന വർഷത്തെ +1 ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്നാമതായി കൃത്യമായ സബ്ജക്റ്റ് കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി ഓപ്ഷൻ നൽകേണ്ടത് എങ്ങനെയാണ്. മൂന്നാമതായി +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റ് രീതി എങ്ങനെയൊക്കെയാണ്. ഒന്നാമതായി സബ്ജക്റ്റ് കോമ്പിനേഷൻ സയൻസിൽ ഏകദേശം 9ഓളം സബ്ജക്റ്റ് കോമ്പിനേഷനുകളാണുള്ളത്. നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ ഇതിൽ ഏത് കോമ്പിനേഷനാണുള്ളത് എന്ന് പ്രോസ്പെക്ടസ് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് 01 എന്ന കോഡുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് അടങ്ങിയതാണ്. 05 എന്നുള്ള കോമ്പിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ ധാരാളം സബ്ജക്റ്റ് കോമ്പിനേഷനുകളുണ്ട്. ഇതിൽ 10 എന്ന് കോഡുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി. 11 എന്നുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി. കൊമേഴ്സ് വിഷയങ്ങളിൽ കോഡ് നമ്പർ 36 മുതൽ 39 വരെയുള്ള കോമ്പിനേഷനുകളാണുള്ളത്. ഇതിൽ 36 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. കോഡ് നമ്പർ 39 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇനി ഓപ്ഷൻ നൽകേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഒരു വിദ്യാർത്ഥിക്ക് 50ഓളം ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യമുണ്ട്. ഓപ്ഷൻ നൽകുന്ന ഒന്നാമത്തെ രീതി ഒരു പ്രത്യേക വിഷയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഓപ്ഷൻ നൽകുന്നതാണ്. തങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ മുൻഗണനാക്രമത്തിൽ ഏകദേശം 10-15 സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ മുതൽ ഒരു പ്രത്യേക വിഷയത്തിന് മാത്രം ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ 01 എന്നുള്ള സയൻസ് വിഷയത്തിനുള്ള ഓപ്ഷനുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സയൻസ് വിഷയത്തിൽ മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികൾ അവർ സയൻസ് വിഷയങ്ങളുടെ ഓപ്ഷൻ നൽകി കഴിഞ്ഞതിന് ശേഷം പിന്നീട് മറ്റ് വിഷയങ്ങളുടെ ഓപ്ഷൻ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നൽകേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ പിന്നീട് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ പ്രയാസപ്പെടുന്നതായിരിക്കും. ഓപ്ഷൻ നൽകുന്ന രണ്ടാമത്തെ രീതി ഒരു പ്രത്യേക സ്കൂളിനെ കേന്ദ്രീകരിച്ച് അതിന് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടുള്ള ഓപ്ഷൻ നൽകുന്നതാണ്. തങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് അഡ്മിഷൻ ലഭിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ രൂപത്തിൽ ഓപ്ഷൻ നൽകേണ്ടത്. തൊട്ടടുത്തുള്ള സ്കൂളിൽ ആദ്യത്തെ 3 സബ്ജക്റ്റ് കോമ്പിനേഷനുകളും നൽകുക, പിന്നീട് തൊട്ടടുത്തുള്ള സ്കൂളിൽ അടുത്ത സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ നൽകുക. ആ രൂപത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ഓപ്ഷൻ നൽകേണ്ടത്. ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബോണസ് പോയിന്റ്. സ്കൗട്ട് ആൻഡ് ഗൈഡ്, അതേ സ്കൂളിലെ വിദ്യാർത്ഥി, അതേ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതേ താലൂക്ക് തുടങ്ങിയവയ്ക്കെല്ലാം ബോണസ് പോയിന്റ് ലഭിക്കുന്നതാണ്. അതേപോലെ അലോട്ട്മെൻറ്റിൽ ടൈ വരികയാണെങ്കിൽ ആ സമയത്ത് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ, സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയൊക്കെ അതിലേക്ക് പരിഗണിക്കാവുന്നതാണ്. ആ അപേക്ഷയോടൊപ്പം നൽകാവുന്നതാണ്. +1 ഓൺലൈൻ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് ലഭ്യമാവുക. പ്രോസ്പെക്ടസും മറ്റ് ഡീറ്റെയിൽസുകളെല്ലാം അവിടെ ആയിരിക്കും ലഭ്യമാവുക. ഇനി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ അറിയിക്കുകയാണ്. അലോട്ട്മെൻറ്റ് പ്രധാനമായും 4 തരത്തിലാണ്. ഒന്നാമതായി ട്രയൽ അലോട്ട്മെൻറ്റ്. ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തൊട്ട് മുമ്പായി നമ്മുടെ ഓപ്ഷൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയോ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത അലോട്ട്മെൻറ്റാണ്. ആദ്യമായി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി താൽക്കാലികമായോ സ്ഥിരമായോ അഡ്മിഷൻ എടുത്തിരിക്കണം. താൽക്കാലിക അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഹയർ ഓപ്ഷനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ആദ്യ അലോട്ട്മെൻറ്റിൽ അവസരം ലഭിക്കാത്തവർക്കും ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക അഡ്മിഷൻ എടുത്തവർക്കും വേണ്ടിയുള്ളതാണ്. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ എവിടെയാണോ അഡ്മിഷൻ ലഭിച്ചത് അത് ആ സ്കൂളിൽ സ്ഥിരമായി പ്രവേശനം നേടേണ്ടതാണ്. എല്ലാ അലോട്ട്മെൻറ്റുകളും അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്കൂൾ ട്രാൻസ്ഫർ, സബ്ജക്റ്റ് കോമ്പിനേഷൻ ചേഞ്ച് എന്നിവയ്ക്കുള്ള അവസരങ്ങൾ പ്രത്യേകം അപേക്ഷ നൽകിയവർക്ക് ഉണ്ടായിരിക്കും. കഴിഞ്ഞ 2 അലോട്ട്മെൻറ്റുകളിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അവസാന അവസരമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നീട് അഡ്മിഷൻ പ്രോസസ്സ് അവസാനിക്കുന്നതായിരിക്കും.
മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഓപ്ഷനുകളെല്ലാം നൽകി ഏറ്റവും നല്ല സ്കൂളിൽ നല്ല വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു.